ഹായ്. 7 ദിവസത്തിനകം പോസ്റ്റ് പിൻവലിക്കാനും അതുപോലെ തന്നെ ചേംബറിന് തിരിച്ചൊരു കത്തെഴുതാനുമാണ് ശ്രീ ആന്റണി പെരുമ്പാവൂരിനെതിരായ സൗഹൃദപരമായ ഒരു ഭീഷണി. അവരിതുവരെ സൂചനാ പണിമുടക്കിന്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. 7 ദിവസം ആന്റണി പെരുമ്പാവൂരിന് എനിക്ക് തോന്നുന്നു ഈ മാർച്ച് 3-ാം തീയതി വരെയാണ് 7 ദിവസം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ ഡേറ്റ് തീരുമാനിക്കാൻ വെച്ചിരിക്കുന്നത്. അത് ഏകദേശം അത് എന്താണ് അതിൻ്റെ ഒരു സൂചനാ പണിമുടക്ക് എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നതെന്നും അല്ലെങ്കിൽ ഒരു ഗസ് എനിക്കിപ്പോൾ ഉണ്ട് ഏകദേശം. പ്രൊഡ്യൂസർ അസോസിയേഷൻ വെച്ചിരിക്കുന്ന പല അവർ ഉന്നയിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അവരുടെ ഭാഗത്ത് ശരിയുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഈ എന്റർടൈൻമെന്റ് ടാക്സ്, അതുപോലെ തന്നെ സർക്കാരിന് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, ഇതൊക്കെ അവർ ഉന്നയിച്ചിരിക്കുന്നതൊക്കെ മാന്യമായ കാര്യങ്ങളൊക്കെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് പ്രൊഡ്യൂസർ അസോസിയേഷനും സർക്കാരും തമ്മിലുള്ള കാര്യമാണ്. സർക്കാർ ചെയ്തു കൊടുക്കണം, സർക്കാർ ചെയ്തു കൊടുക്കണം. പക്ഷേ സുരേഷ് കുമാർ വന്ന് ആദ്യം ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാം താരങ്ങളുടെ പ്രതിഫലമാണ്. നിങ്ങൾ പണ്ട് 50 ലക്ഷത്തിന് സിനിമ ചെയ്ത പോലെ ഇപ്പോൾ സിനിമ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സത്യസന്ധമായ വേറൊരു കാര്യം. അതല്ലാതെ ഈ താരങ്ങളുടെ പ്രതിഫലം എന്ന് പറയുമ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വർഷങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന താരങ്ങളെല്ലാം താരങ്ങളായത്. ഒന്നാമത്തെ സിനിമ വിജയിച്ച് രണ്ടാമത്തെ സിനിമയിൽ കോടിക്കണക്കിന് രൂപ വാങ്ങുന്ന താരങ്ങൾ എനിക്ക് തോന്നുന്നില്ല മലയാളത്തിലുണ്ടെന്ന്. അവര് ഒരു പടിപടിയായി ഉയർന്നു വന്ന് അവർക്കൊരു മൂല്യം, ആ താരത്തിന്റെ മുഖം കാണുമ്പോൾ ആളുകൾ തിയേറ്ററിൽ എത്തും എന്നുള്ളൊരു മൂല്യം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കുന്നതാണ്. അതിന് അവരൊരു പ്രതിഫലം നിശ്ചയിക്കുന്നു. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ, അത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അടുത്ത ആളെ നോക്കണം. അതിന് പിന്നെ അവരെ കുറ്റം പറയുകയല്ല വേണ്ടത്. അവരൊരു പ്രതിഫലം പറഞ്ഞു, അത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾ അടുത്ത ആളെ നോക്കണം. അല്ലാതെ അവർ പ്രതിഫലം കുറയ്ക്കണം. അതായത് നിങ്ങൾ പ്രതിഫലം കുറയ്ക്കും വേണം, ഞങ്ങളുടെ സിനിമയിൽ അഭിനയിക്കും വേണം. ഞങ്ങൾക്ക് വേറെ ആളെ നോക്കാൻ പറ്റില്ല, നിങ്ങൾ തന്നെ അഭിനയിക്കണം, പക്ഷെ ഞങ്ങൾ പറയുന്ന പ്രതിഫലത്തിന് അഭിനയിക്കണം. ഇതെവിടെ തന്നെയായ? പക്ഷെ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ പ്രസ് മീറ്റിൽ പറഞ്ഞത് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കേണ്ടാന്നേ. അതൊരു വലിയൊരു മണ്ടത്തരം അതിന്റെ കൂടെ പറഞ്ഞു. 6 മാസം കണ്ടില്ലെങ്കിൽ ജനങ്ങൾ മറക്കുന്നു. ഇവരൊക്കെയാണ് നല്ലത്. എന്താ പറയാ, ലാലേട്ടനൊക്കെ 6 മാസം കൂടുമ്പോ ഇവിടെ സിനിമ ചെയ്യുന്നുള്ളൂ. ഇവർ ഈ പറയുന്ന താരങ്ങൾ, മോഹൻലാൽ എന്ന് പറയുന്ന നടനും ആന്റണി പെരുമ്പാവൂരിനെതിരെയാണ് ഇവർ കൂടുതൽ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ മോഹൻലാലും മമ്മൂട്ടിയും ഇന്നോ ഇന്നലെ വന്ന ആളുകളല്ല. 6 മാസമല്ല, 6 വർഷം കഴിഞ്ഞാലും ജനങ്ങളുടെ മനസ്സിൽ മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും അടങ്ങുന്ന ഇപ്പൊ ഉള്ള ആളുകൾ പോലും അവിടെ ഉണ്ടാവും. ചിലപ്പം ഈ ഒരു ജനറേഷനിൽ വന്ന ആളുകളെ മറന്നിരിക്കാം. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും പ്രതിഫലം വാങ്ങിക്കുന്ന താരങ്ങളെ ജനങ്ങൾ മറക്കുന്ന? തമിഴ്നാട്ടിൽ വിജയ് എന്ന് പറയുന്ന ആള് കൊല്ലത്തിലൊരിക്കലാണ് ഒരു സിനിമ ചെയ്യുന്നത്. 1 വർഷം ഗ്യാപ്പ് വന്നില്ലേ? ആരെങ്കിലും മറന്നോ? അങ്ങനെയുള്ള മണ്ടൻ ചിന്താഗതികളൊന്നും, ഇത്ര വലിയ സ്ഥാനത്തിരിക്കുന്ന നിങ്ങളുടെ വായിൽ നിന്ന് അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും വരുന്നത് അത്ര വലിയ ശരിയുള്ള കാര്യമല്ല. അതൊരു ഭീഷണിയാണ്. അതായത് നിങ്ങളില്ലേ, ഞങ്ങൾ വേറെ ആളെ നോക്കിയോ. അത് തന്നെയല്ലേ അവരും പറഞ്ഞേ. നിങ്ങൾ അതായത് 6 മാസം കണ്ടില്ലെങ്കിൽ അവരുടെ മുഖം മറക്കുമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അവരുടെ പുറകെ പോകണം? നിങ്ങൾക്ക് വേറെ ആൾ വെച്ച് പടം ചെയ്തൂടെ? എനിക്ക് ഇത്ര രൂപ ശമ്പളം, ഈ സിനിമയ്ക്ക് ഇത്ര രൂപ ശമ്പളം വേണമെന്ന് അവർ പറയുമ്പോൾ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അടുത്ത ആളെ നോക്കണമെന്നേ. അല്ലാതെ നിങ്ങൾ അവരുടെ പുറകെ തന്നെ പോയിട്ട് അവർ ശമ്പളം കൂടുതലാണ് ചോദിക്കുന്നതെന്ന് പറയുന്നത് അത്ര വലിയ സുഖമുള്ള കാര്യമല്ല. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞത്, 1000 രൂപയുടെ സിന്തോൾക്കോപ്പ്, അതൊക്കെ വളരെ മോശമായ പരാമർശങ്ങളാട്ടോ. കാരണം എല്ലാവരും ഒന്നിച്ചെന്ന് പോയതല്ലേ മലയാള സിനിമ. കുറെ കാലം നിങ്ങൾ ഈ ഇതൊക്കെ പറയുന്നത് മുടന്ത ന്യായങ്ങളാണ്. നല്ല സിനിമകൾ ചെയ്യാൻ പറ്റാത്തതിലുള്ള ഒരു തരം, എന്താ പറയാ, നിങ്ങളുടെ ഒരു തരം ഒരു വൃത്തികെട്ട കോംപ്ലക്സ് നിങ്ങൾ ഈ രീതിയിൽ കാണിക്കരുത്. സർക്കാരിനോട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ, അത് നിങ്ങളുടെ സംഘടനാപരമായും അതൊക്കെ. താരങ്ങളുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കുന്നതും അവരെ നിങ്ങൾ പുച്ഛിക്കുന്നതും അത് വലിയൊരു സുഖമുള്ള കാര്യമല്ല. ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ സമരത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ കൂടെയാണെന്നും പറഞ്ഞു. പക്ഷെ സമരത്തിന് ലിസ്റ്റിൻ സ്റ്റീഫൻ സപ്പോർട്ടല്ല. എൻ്റെ തിയേറ്ററിൽ സിനിമ കളിക്കും എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത്. അയാള് എത്ര ഭംഗിയായിട്ടാണ് അത് കൈകാര്യം ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇപ്പോഴും പലരും വിചാരിക്കുന്ന, പല സാധാരണക്കാരും വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഇത് അറിയാം എങ്കിലും ഞാനൊന്ന് വ്യത്യസ്തനാവട്ടെ എന്ന് കരുതി വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ചിലരുടെ കമന്റ്സ് ഒക്കെ കാണാറുണ്ട്, സിനിമാ വ്യവസായം നിന്നുപോയാൽ ഇപ്പൊ കേരളത്തിന് എന്താ, ഇതൊന്നുമല്ല ഇവിടെ നേരിടുന്ന വലിയ പ്രശ്നം. സിനിമ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം. സിനിമ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. കാരണം ഞാനോ നിങ്ങളോ ചിലപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരല്ലായിരിക്കും, അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലായിരിക്കും. ഈ സിനിമയിൽ സൂപ്പർ താരങ്ങൾ മാത്രമല്ല ഉള്ളത്. ഒരു പ്രതിസന്ധി ഘട്ടം വന്നു കഴിഞ്ഞാൽ ചായ കൊണ്ട് കൊടുക്കുന്ന ആൾ മുതൽ പ്രൊഡക്ഷൻ ബോയ് മുതൽ ഡയറക്ടർ വരെ അടങ്ങുന്ന ഒരു വലിയ ടീമാണ് ഒരു സിനിമ സെറ്റ് എന്ന് പറയുന്നത്. അവിടെ ചിലപ്പം 500-600 രൂപയ്ക്ക് വരെ പണിയെടുക്കുന്ന ആളുകൾ വരെ ഉണ്ട്. അവർക്കൊക്കെ അന്നം മുട്ടുകയാണ്. നിങ്ങൾ ഈ വന്ന്
വ്യത്യസ്തനാവാൻ വേണ്ടി പൊട്ടത്തരം വിളിച്ചു പറയുമ്പോൾ അതും കൂടി ആലോചിക്കണം. കാരണം ചിലരുടെ ഒരു കുറെ കമന്റ്സ് കണ്ടു, അതായത് സിനിമാ വ്യവസായം നിന്നുപോയെന്ന്. സിനിമാ വ്യവസായം നിന്നുപോയാൽ ബാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ ഓരോ തൊഴിൽ പോലെ തന്നെ സിനിമയും ഒരു തൊഴിൽ മേഖലയാണ്, ഒരു വ്യവസായ മേഖലയാണ്. അവിടെ തൊഴിലും പലർക്കും കൊടുക്കുന്നുണ്ട്. അപ്പം അത് നിന്നു പോവാന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇവർ ഈ സമരത്തിലേക്ക് നീങ്ങുക എന്ന് പറയുമ്പോൾ ഇപ്പം ഇതന്നെയല്ലേ സ്റ്റീഫൻ പറഞ്ഞ പോലെ തന്നെ എന്റെ തിയേറ്ററിൽ സിനിമ കളിക്കും. കാരണം അദ്ദേഹത്തിന്റെ തിയേറ്റർ അടച്ചിടുമ്പോൾ ആ തിയേറ്ററിലുള്ള ആളുകൾക്ക് ശമ്പളം കൊടുക്കണ്ടേ, അവർക്ക് ജോലി വേണ്ടേ. നിങ്ങൾ സമരത്തിലേക്ക് പോകാന്ന് പറയുമ്പം സിനിമാ സെറ്റ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സിനിമാ സെറ്റിലുള്ള ആളുകൾ എങ്ങനെ ജീവിക്കും? 1500-നും 2000-നും ഒക്കെ ഡെയിലി പണിയെടുക്കുന്ന ആളുകളുണ്ട് അവിടെ, ആർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇവരൊന്നും സൂപ്പർ താരങ്ങളല്ല നിങ്ങൾ ഈ പറയുന്ന പോലെ. അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും ചിന്തിക്കരുത്. അതുപോലെ തന്നെ സിനിമാ വ്യവസായം നിന്നുപോയി കഴിഞ്ഞാൽ അത് ആലോചിക്കുന്ന ആളുകൾ ഇതും കൂടി ആലോചിക്കൂ. ഒരുപാട് പേരുടെ തൊഴിൽ പോകും. മമ്മൂട്ടിയും മോഹൻലാലും മാത്രമൊന്നുമല്ല, അല്ലെങ്കിൽ ദുൽഖറും ടൊവിനോയും നിവിൻ പോളിയും മാത്രമൊന്നുമല്ല മലയാള സിനിമ എന്ന് പറയുന്നത്. ചില കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നത് പോലും സിനിമാ സെറ്റിലൂടെയാ. അത് ഈ സൂപ്പർ ലക്ഷറി കാറ് നടക്കുന്ന ആളുകൾ മാത്രമല്ല, സാധാരണക്കാരൻ വരെ ഉണ്ട് അതില്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് എന്താ പറയാ, ഒരു സിനിമാ വ്യവസായത്തെ അത്ര മോശമായിട്ട് ചിത്രീകരിക്കാതിരിക്കുക. സമൂഹത്തിന് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണത്. എന്റർടൈൻമെന്റിൽ അടങ്ങുന്ന ഒരു സാധനം തന്നെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. പിന്നെ കുറച്ചു കാലം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറെ കാലം റിവ്യൂവേഴ്സിനെതിരെയായിരുന്നു ഇവരൊക്കെ. അതായത് നല്ല സിനിമകളെ റിവ്യൂ ബോംബിങ്ങിലൂടെ നശിപ്പിക്കുന്നു, നല്ല സിനിമകളെ റിവ്യൂ ചെയ്ത് കൊല്ലുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ഒരു സീസൺ തുടങ്ങിയത്. താരങ്ങളുടെ പ്രതിഫലമാണ് പ്രശ്നം. ഇതൊന്നും അല്ലെന്ന് ഇവിടുത്തെ പ്രശ്നം, നല്ല സിനിമകൾ ഇറക്കാത്തത് അവിടുത്തെ പ്രശ്നം. രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റാന്ന് പറഞ്ഞു. രേഖാചിത്രം ഒരു നല്ല സിനിമയായിരുന്നു. ഇപ്പം കുഞ്ചാക്കോ ബോബന്റെ ഓഫീസർ എന്ന് പറയുന്ന നല്ല സിനിമ ഇറങ്ങിയപ്പോൾ അത് ഓടുന്നുണ്ട്. നിങ്ങൾ നല്ല പ്രൊഡക്റ്റ് ഇറക്കുക ആദ്യം. നിങ്ങളിപ്പോഴും നിങ്ങൾക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് എടുക്കാനോ നല്ലൊരു സിനിമ എടുക്കാനോ പറ്റുന്നില്ലെങ്കിൽ അത് താരങ്ങളുടെ മേത്തോ അല്ലെങ്കിൽ ബാക്കിയുള്ള സിനിമ കാണുന്ന ആളുകളുടെ മേത്തോ സർക്കാരിന്റെ മേത്തോ കുത്തിക്കയറ്റിയിട്ട് കാര്യമില്ല. നിങ്ങൾ നല്ല സിനിമ സെലക്ട് ചെയ്യുക ആദ്യം. അല്ലാതെ നിങ്ങൾ ഒരു കൂട്ടം ആളുകൾ എന്താ പറയാ, ഞങ്ങളാണ് സിനിമയിലെ വലിയ തമ്പ്രാക്കന്മാരെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഇനിയുള്ള കാലത്ത് നടക്കൂല. പിന്നെ താരങ്ങൾ ഇറക്കുന്ന സിനിമകൾ ഇനി മുതൽ പ്രദർശിപ്പിക്കേണ്ട, അതൊന്നും ജനാധിപത്യ രാജ്യമല്ലേ, ആർക്കും സിനിമ എടുക്കാം. ഇവിടെ 45 ലക്ഷത്തിനും സിനിമ എടുക്കുന്ന ആളുകളുണ്ട്. അപ്പം സിനിമ എടുക്കുന്ന താരങ്ങളായാലും പ്രൊഡ്യൂസേഴ്സ് ആയാലും സിനിമ എടുക്കേണ്ടവരെ സിനിമ എടുക്കാം. അപ്പൊ അതിനെ എതിർക്കുക അല്ലെങ്കിൽ അതിനെ കൊച്ചാക്കി കളയുക, അത് ഇറക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നത് അത് നടക്കുന്ന കാര്യമല്ല. ഉണ്ണിമുന്നനോട് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ചോദിച്ച പോലെ തന്നെ എന്റെ കയ്യിൽ പൈസ ഞാൻ തോന്നിയ പോലെ ചെലവാക്കും. കറക്റ്റ് അല്ലേ? അയാൾക്ക് സിനിമ എടുക്കണേ അയാൾ സിനിമ എടുക്കും. ഇവിടെ ഇപ്പം ഏകദേശം 25ഓളം താരങ്ങളുടെ അമ്മയിലുള്ള 25ഓളം താരങ്ങൾക്ക് സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനികളുണ്ട്. അത് അവര് എന്താ പറയാ, പെട്ടെന്നൊരു ദിവസം വന്നങ്ങ് ഉണ്ടാക്കിയതല്ല, അവര് ഇതുപോലെ തന്നെ കഷ്ടപ്പെട്ട് വന്നവരാ. അപ്പൊ നിങ്ങളെ കുത്തകയാണ് അല്ലെങ്കിൽ നിങ്ങൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാവൂ എന്ന് പറയുന്നത് അത്ര വലിയ ശരിയുള്ള കാര്യമല്ല. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്നാ ഒരു ഓഡീഷനൊക്കെ നടത്തുന്നേ, നിങ്ങളൊരു നല്ല സ്ക്രിപ്റ്റ് ഒക്കെ സെലക്ട് ചെയ്ത് നല്ല സിനിമ നിങ്ങളുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഉണ്ടാക്കുക. അല്ലാതെ ഈ താരങ്ങളെ പ്രതിഫലത്തിനെ പറ്റി പറയല്ലേ. കാരണം ഇവിടെ താരങ്ങൾ ഇല്ലാത്ത സിനിമകൾ ഓടിയിട്ടുണ്ട്. പ്രേമലു എന്ന് പറയുന്ന സിനിമ 100 കോടി ക്ലബിൽ ഇടം നേടിയ പടം. അതിൽ അത്ര വലിയൊരു താരമൊന്നും അല്ല നസ്ലിൻ എന്ന് പറയുന്ന നടൻ. ഓടിയില്ലേ? തണ്ണീർമത്തൻ ദിനങ്ങൾ അവന്റെ തന്നെ മുന്നത്തെ പടം, അതിലും വലിയ താരങ്ങളൊന്നും ഇല്ലായിരുന്നു. താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇനീഷ്യൽ പുള്ളിങ് കിട്ടുന്ന സാധനം മാത്രമായിരിക്കും താരങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ ചിലപ്പോൾ താരങ്ങളുടെ ആവശ്യം വന്നേക്കാം. ആ ആവശ്യകത അവരുടെ മൂല്യമാണ്. ആ മൂല്യം ഉണ്ടാക്കിയെടുക്കാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന ഒരു ഉദാഹരണമൊക്കെ നിങ്ങൾ ഇരുന്ന് വാദോരാതെ പ്രസംഗിച്ചല്ലോ. വിരിഞ്ഞ പൂക്കൾ കൊണ്ടൊന്നുമല്ല മോഹൻലാൽ ആയത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തൊട്ടിട്ട് ഇങ്ങോട്ട് ഇന്ന് ഈ എത്തി നിൽക്കുന്ന എമ്പുരാൻ വരെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അത്ര വർഷത്തോളം നിന്നിട്ടുണ്ടെങ്കിൽ അയാള് ആ പണിയോട് അയാൾ കാണിച്ച ആത്മാർത്ഥതയാ. അല്ലാതെ നിങ്ങൾ എല്ലാരും കൂടി വീട്ടിൽ ചെന്നിട്ട് അയാളെ എല്ലാ ദിവസവും മോൾഡ് ചെയ്തുണ്ടാക്കിയൊന്നുമല്ല. മമ്മൂട്ടി അതുപോലെ തന്നെ അല്ലേ. അപ്പം അവർ ഈ വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്ത താരപദവി, അതിനുള്ള മൂല്യം നിങ്ങൾ കൊടുത്തേ പറ്റൂ. അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്ത ആളെ നോക്കി പോവുക. പിന്നെ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ കാര്യത്തിന് എന്താണ് തെറ്റ്? കാരണം അയാളുടെ സിനിമയെ പറ്റി ഓൾറെഡി അയാളത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊഡ്യൂസർ അസോസിയേഷനിൽ. എന്താ പറയാ, ഈ എമ്പുരാന്റെ ബഡ്ജറ്റിനെ പറ്റിയും കാര്യങ്ങളും പറഞ്ഞത് തെറ്റായിപ്പോയി, അത് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് പിൻവലിച്ചോ? അത് മറ്റേ ഇതിൽ വന്ന് പ്രസ് മീറ്റിംഗിൽ വന്നിട്ട് പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല.
എന്ത് അവകാശത്തിലാണ് സുരേഷ് കുമാർ ഇരുന്ന് ആ സിനിമയുടെ ബഡ്ജറ്റും ആ സിനിമയുടെ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞത്? അദ്ദേഹത്തിന് അറിയോ ആ സിനിമയുടെ കാര്യങ്ങളൊക്കെ? ഒരു പ്രൊഡ്യൂസർ അനുവാദമില്ലാതെ അത് ചെയ്തില്ലേ? അദ്ദേഹം എന്താ പറയുക മാന്യമായിട്ടൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് വായിച്ച എല്ലാവർക്കും അറിയാം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമാണ്. അത് പിൻവലിക്കാൻ പറയുന്നത് എന്ത് പരിപാടിയാണ്? 7 ദിവസത്തിനുള്ളിൽ പിൻവലിക്കണം. ഈ 7 ദിവസത്തിനുള്ളിൽ പിൻവലിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഗസ്സാണ്, ഇവർ ചെയ്യാൻ പോകുന്നത് സൂചനാ പണിമുടക്ക് മാർച്ച് 27-നാവാനാണ് സാധ്യത. എൻ്റെ ഒരു ഊഹമാണ്. കാരണം ആന്റണി പെരുമ്പാവൂരാണല്ലോ ഇത് പിൻവലിക്കേണ്ടത്. മാർച്ച് 27 എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, എമ്പുരാന്റെ റിലീസ്. അപ്പം ആ ഒരു ദിവസം സൂചനാ പണിമുടക്ക് അവർ ചിലപ്പം ആഹ്വാനം ചെയ്തേക്കാം, എൻ്റെ ഒരു ഊഹമാണ്. അതുകൊണ്ടായിരിക്കാം ഈ 7 ദിവസം കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഡേറ്റ് തീരുമാനിക്കുള്ളൂ എന്ന് പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയാനുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എല്ലാ സംഘടനകളും ഇത് ഒത്തുതീർപ്പാവും, ഷുവറായിട്ട് ഇത് ഒത്തുതീർപ്പാവും. പക്ഷേ ആളുകളുടെ ഇടയിൽ ഒരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത് സിനിമാ വ്യവസായത്തെ തകർക്കാതെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൂടെ നിങ്ങൾക്ക്? താരങ്ങൾ പ്രതിഫലം കുറച്ചാലേ നിങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിവിടെ നടക്കാൻ പോകുന്നില്ലാത്ത കാര്യമാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നല്ല സിനിമകൾ കൊണ്ടുപോവാ, കാണാൻ ഇവിടെ ആളുകളുണ്ട്. അല്ലാതെ നിങ്ങൾ താരങ്ങളെ പ്രതിഫലം കുറച്ചതുകൊണ്ടോ സിനിമ സെറ്റിലെ എന്താ പറയുക പ്രൊഡക്ഷൻ ടീമിൻ്റെ ചിലവ് കുറച്ചതുകൊണ്ടൊന്നും സിനിമ ഓടത്തില്ല, നിങ്ങൾക്ക് ലാഭം ഉണ്ടാകത്തില്ല. ലാഭം ഉണ്ടാവണമെങ്കിൽ, നല്ല സിനിമകൾ ഉണ്ടാവണമെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യണം, നല്ല ക്യാമറാമാന്മാരും നല്ല ഡയറക്ടേഴ്സും നല്ല മ്യൂസീഷ്യനും ഒക്കെ വേണം ഇവിടെ. അതൊക്കെ ഉണ്ടാക്കിയെടുക്കുക ആദ്യം. നല്ല സിനിമകൾ വിജയിക്കും, നല്ല സിനിമകൾ ഓടും. ഇപ്പോഴത്തെ കാലത്ത് പ്രൊമോഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രം എത്രയോ ആളുകൾ കണ്ട സിനിമകളുള്ള നാടാണ് കേരളം. അപ്പം അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഒറ്റ കാര്യം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നിങ്ങൾ തന്നെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പോലെയാണ്. കാരണം എല്ലാവരും നിങ്ങളൊക്കെ ജീവിച്ചു വന്നൊരു വ്യവസായം, അതിനെ ആളുകളുടെ ഇടയിൽ ഒരു മോശമായി ചിത്രീകരിച്ച് തകർക്കരുത്. കാരണം സിനിമയെ സ്നേഹിക്കുന്ന ഞാനടക്കമുള്ള ഒരുപാട് പേര് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങളുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കരുത് ദയവേദിട്ട്.